വാർഡിൽ ടോട്ടലായിട്ട് ഡേ ഷിഫ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 കെയർ അസിസ്റ്റന്മാരുണ്ടാവും. പക്ഷേ സ്റ്റാഫ് ഷോർട്ടേജ് കാരണം മിക്കവാറും തന്നെ നമുക്ക് ഒരു കെയർ അസിസ്റ്റന്റ് കിട്ടാറുള്ളൂ, അല്ലെങ്കിൽ സ്റ്റാഫ് നഴ്സുമാർ സിക്ക് ആയിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വർക്ക് ലോഡ് ഭയങ്കരമായിട്ട് കൂടും. അതിനൊപ്പം തന്നെ കിച്ചൺ സ്റ്റാഫ് ഫുഡ് കൊണ്ടുവരും. അപ്പം നമ്മൾ ആരെങ്കിലും ഫീഡ് ചെയ്യണം, ഒന്നെങ്കിൽ കെയർമാർ ഫീഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഫീഡ് ചെയ്യണം. കെയർമാരില്ലെങ്കിൽ നമ്മൾ തന്നെ ആയിരിക്കും ഫീഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും, ചിലപ്പോൾ കുഴപ്പമില്ലാതൊക്കെ പോകും, ചിലപ്പോൾ പേഷ്യൻസ് ഡെത്ത് ആവും. അതുപോലെ തന്നെ കുറെ ഡിസ്ചാർജസ് വരാം. ഹലോ ഗൈസ്, എന്നാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഹോസ്പിറ്റലിലെ ഒരു ദിവസം എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് അനറ്റ് മേരി. ഞാൻ അയർലൻഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ഈ ചാനൽ കുക്കിംഗ് വ്ലോഗ്സ് ഇടാറുണ്ട്, ഡെയിലി വ്ലോഗ്സ് ഇടാറുണ്ട്, അയർലൻഡ് റിലേറ്റഡ് ടോപ്പിക്സ് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ റിക്വസ്റ്റ് പ്രകാരം വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഇടാറുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പൊ നമുക്ക് ഒട്ടും താമസിപ്പിക്കാണ്ട് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. നമ്മുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ഡേ ഷിഫ്റ്റും വരുന്നുണ്ട്, നൈറ്റ് ഷിഫ്റ്റും വരുന്നുണ്ട്. 2 ഷിഫ്റ്റാണുള്ളത്. അപ്പോൾ ഡേ ഷിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 7:30 സ്റ്റാർട്ട് ചെയ്യും, രാത്രി 8 മണി വരെയാണ് ഷിഫ്റ്റ് വരുന്നത്. ഏകദേശം 12-13 മണിക്കൂർ ഷിഫ്റ്റ് വരാറുണ്ട്. അതായത് 7:30 തുടങ്ങിയിട്ട് നമുക്ക് 8 മണി വരെ ഹാൻഡ് ഓവറിന്റെ ടൈമാണ്. നൈറ്റ് ഷിഫ്റ്റുകാരുടെ അടുത്ത് നിന്ന് നമ്മൾ ഡേ ഷിഫ്റ്റുകാർ ഹാൻഡ് ഓവർ റിസീവ് ചെയ്യുന്ന ടൈമാണ് 7-8 മണി ആ ഒരു ടൈം. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഹാൻഡ് ഓവർ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് 8 മണിക്കാണ്. രാവിലെ 8 മണി തുടങ്ങിയിട്ട് രാത്രി 8 മണി വരെയാണ്. പക്ഷേ ഹാൻഡ് ഓവർ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഏകദേശം 9-9:30 ആവും. കാരണം ചിലപ്പോൾ നമ്മുടെ പേഷ്യൻസ് കുറച്ച് സിക്ക് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പൊ അതൊക്കെ മാനേജ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഡിലേ ആവാറുണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെയാണ് ടൈം ഷെഡ്യൂൾ പോകുന്നത്. നമുക്ക് ബ്രേക്കിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഒരു ½ അവർ ബ്രേക്ക് ഉണ്ട്, ഉച്ചയ്ക്ക് ഒരു 1 അവർ ബ്രേക്ക് ഉണ്ട്, ലഞ്ച് ബ്രേക്ക്. പിന്നെ വൈകുന്നേരം ഒരു 15 മിനിറ്റ്സ് ബ്രേക്ക് വരുന്നുണ്ട്. പക്ഷേ അത് എപ്പോഴും കിട്ടാറില്ല, വളരെ കുറച്ച് മാത്രമേ കിട്ടാറുള്ളൂ. അപ്പോൾ രാവിലെ 8 മണിക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം ആദ്യം ചെക്ക് ചെയ്യും, എല്ലാ പേഷ്യൻസും ഹാൻഡ് ഓവർ പ്രകാരം തന്നെയാണോ, അവരുടെ വൈറ്റൽ സൈൻസ് ഒക്കെ ഓക്കെ ആണോ, അവരുടെ ടെമ്പറേച്ചർ ഉണ്ടോ, അതുപോലെ തന്നെ ഓക്സിജൻ സാച്ചുറേഷൻ ഓക്കെ ആണോ, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഓക്കെ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അവർക്ക് കംഫർട്ടബിൾ ആണെന്ന് മേക്ക് ഷുവർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ വാർഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്പിറേറ്ററി സ്പെഷ്യലൈസ്ഡ് വാർഡാണ്. അപ്പൊ റെസ്പിറേറ്ററി പേഷ്യൻസ് ആയിരിക്കും കൂടുതലും വരുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ COPD പേഷ്യൻസ് ഉണ്ടാവും. COPD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ആണ്. അപ്പൊ അത് കൂടുതലായിട്ടും റെസ്പിറേറ്ററി കണ്ടീഷൻ ആണ്. ഭയങ്കര സിവിയർ ആയിട്ട് ശ്വാസം മുട്ടൽ കൂടി വരുന്ന പേഷ്യൻസ് ആയിരിക്കും ഞങ്ങളുടെ വാർഡിൽ കൂടുതലും വരുന്നത്. അപ്പൊ നമ്മൾ രാവിലെ 8 മണിയാകുമ്പോൾ ഷിഫ്റ്റ് തുടങ്ങി ഇവരൊക്കെ ചെക്ക് ചെയ്ത് ഇവരൊക്കെ ഓക്കെ ആണ്, രാത്രി പ്രശ്നങ്ങളുള്ള പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ രാവിലെ ആയപ്പോൾ അവർ ഓക്കെ ആയിട്ടുണ്ട് എന്നൊക്കെ മേക്ക് ഷുവർ ചെയ്തതിന് ശേഷം നമുക്കൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ വാർഡിൽ 3 ടീംസ് ഉണ്ടായിരിക്കും. ഓരോരോ സെഷനായിട്ട് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടീം A, ടീം B, ടീം C അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഞാൻ ടീം A അല്ലെങ്കിൽ ടീം B ആണെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ ഒരു സ്റ്റാഫ് നഴ്സും കൂടെ കാണും. പിന്നെ നമുക്ക് വാർഡിൽ ടോട്ടലായിട്ട് ഡേ ഷിഫ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 കെയർ അസിസ്റ്റന്മാരുണ്ടാവും. പക്ഷേ സ്റ്റാഫ് ഷോർട്ടേജ് കാരണം മിക്കവാറും തന്നെ നമുക്ക് ഒരു കെയർ അസിസ്റ്റന്റ് കിട്ടാറുള്ളൂ, അല്ലെങ്കിൽ സ്റ്റാഫ് നഴ്സുമാർ സിക്ക് ആയിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വർക്ക് ലോഡ് ഭയങ്കരമായിട്ട് കൂടും. എന്റെ ടീം A ആണെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ നഴ്സ് കൂടെ ഒരുമിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരുമിച്ച് ഡിസൈഡ് ചെയ്യും. ഒരാൾ മെഡിക്കേഷൻ ട്രോളിങ് കൊണ്ട് പോകും, അവരുടെ പേരൊക്കെ ചെക്ക് ചെയ്തിട്ട് മെഡിക്കേഷൻസ് കൊടുക്കും. മറ്റേ ആളാണ് പേഷ്യൻസിന് ആരെങ്കിലും ഫീഡിങ് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഫുഡ് എടുത്ത് കൊടുക്കുന്നതും അതുപോലെ തന്നെ ബാക്കിയുള്ള പേഴ്സണൽ കെയർ ഐറ്റംസ് ഒക്കെ മീറ്റ് ചെയ്യുന്നത് മറ്റേ ആളാണ്. അപ്പൊ ഒരാൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെയുള്ള കെയർ അസിസ്റ്റന്റും കൂടെ ഒരുമിച്ചാണ് നമ്മൾ പേഴ്സണൽ കെയർ ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ രാവിലത്തെ റുട്ടീൻ പോകുന്നത്. രാവിലെ ഒരു 10:30 നമ്മൾ ഈ പറയുന്ന പോലെ മെഡിക്കേഷൻസ് ഒക്കെ കഴിഞ്ഞ് പേഴ്സണൽ കെയർ ഒക്കെ കഴിഞ്ഞ് ഒരു 11 മണിക്കുള്ളിൽ നമ്മൾ കവർ ചെയ്യണം. കാരണം 10 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക് വരുന്നത്. അപ്പൊ 10 മണി തൊട്ട് 10:30 വരെ ഒരാൾ പോകും, മറ്റേ പോയിട്ട് വന്നു കഴിയുമ്പോഴാണ് അടുത്ത ആൾക്ക് പോകാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക് പോകുന്നത്. 11 മണിയാകുമ്പോൾ നമുക്കൊരു സേഫ്റ്റി പോസ് വരുന്നുണ്ട് വാർഡിൽ. സേഫ്റ്റി പോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാർഡ് മാനേജറും നഴ്സുമാരും അതുപോലെ തന്നെ ചിലപ്പോൾ കെയർമാരിൽ ഒരാളും കൂടെ ഒരുമിച്ച് വാർഡിൽ മീറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. ആ ഒരു ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റ്സോളം വരും. ആ ഒരു ടൈമിൽ നമ്മൾ പേഷ്യൻസിനെ എല്ലാവരെയും കൂടെ നമ്മൾ ഗോ ത്രൂ ചെയ്യും. വാർഡിലെ എല്ലാ പേഷ്യൻസിനെയും എല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു അവയർനെസ് കിട്ടും വാർഡിനെ പറ്റിയിട്ടും, വാർഡിലെ പേഷ്യൻസിൽ ഏറ്റവും സിക്ക് ആയിട്ടുള്ള ആരാണ് അതിനെക്കുറിച്ച് ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടി നമ്മൾ സേഫ്റ്റി പോസ്റ്റ് ചെയ്യുന്നത്. സോ അതിനുശേഷം നമ്മൾ നമ്മുടെ സൈഡിലോട്ട് പോയിട്ട് അവിടെ നമ്മൾ സെക്കൻഡ് മെഡിക്കേഷൻ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. ഉച്ചക്കത്തെ മെഡിക്കേഷൻ ഒരു 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അതിനൊപ്പം തന്നെ കിച്ചൺ സ്റ്റാഫ് ഫുഡ് കൊണ്ടുവരും. അപ്പൊ നമ്മൾ ആരെങ്കിലും ഫീഡ് ചെയ്യണം, ഒന്നെങ്കിൽ കെയർമാർ ഫീഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഫീഡ് ചെയ്യണം. കെയർമാരില്ലെങ്കിൽ നമ്മൾ തന്നെ ആയിരിക്കും ഫീഡ് ചെയ്യുന്നത്. സോ അതിനുശേഷം നമ്മൾ മെഡിക്കേഷൻ ഒക്കെ അതിന്റെ ഒപ്പം തന്നെ കഴിഞ്ഞു. ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കാനുള്ള പേഷ്യൻസിനൊക്കെ കൊടുത്തിട്ട് നമ്മൾ ലഞ്ച് ബ്രേക്കിന് പോകും. ലഞ്ച് ബ്രേക്കിന് പോകുന്നത് നമുക്ക് 1 അവർ ബ്രേക്ക് ആണ്. ഒരാൾ പോയി വന്നതിന് ശേഷമാണ് അടുത്ത ആൾ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലഞ്ച് ബ്രേക്ക് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പിന്നെ വരുന്ന ഡോക്യുമെന്റേഷൻ ടൈം പീരീഡ് ആണ്. അപ്പൊ നമ്മളൊരു 3 മണി 3:30 നമ്മൾ ഡോക്യുമെന്റേഷൻ ഫുൾ കംപ്ലീറ്റ് ചെയ്യണം. ഓരോ പേഷ്യന്റിന്റെ കേസിനോട് എടുത്തിട്ട് അവരുടെ പേഴ്സണൽ കെയർ എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അവർക്ക് എന്തൊക്കെ ഇനി ചെയ്യാനുണ്ട്, എന്തൊക്കെ ഇനി നാളെ ക്യാരി ഫോർവേഡ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ നോട്ട്സ് നോക്കിയിട്ട് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണം എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ.
അതിനുശേഷം വൈകുന്നേരം ഒരു 6 മണി 6:15 ആകുമ്പോഴാണ് നമുക്ക് ഈവനിംഗ് ബ്രേക്ക് കിട്ടുന്നത്. അത് ചിലപ്പോഴേ കിട്ടാറുള്ളൂ. നമ്മുടെ വാർഡിലെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ പോകാൻ പറ്റും, അല്ലെങ്കിൽ പോകാൻ പറ്റില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വാർഡിലെ പേഷ്യൻസിനെ ഒന്നുകൂടെ മേക്ക് ഷുവർ ചെയ്യും, അവരൊക്കെ ഓക്കെ ആണെന്ന് നോക്കും. ഇതിന്റെ ഇടയ്ക്ക് അവരുടെ വൈറ്റൽ സൈൻസും, അതായത് ടെമ്പറേച്ചർ, ഓക്സിജൻ സാച്ചുറേഷൻ, ബ്ലഡ് പ്രഷർ, ഇതൊക്കെ മോണിറ്റർ ചെയ്യും. നമ്മൾ രാവിലെ വന്നപ്പോൾ അവർ ചെക്ക് ചെയ്തപ്പോൾ കിട്ടുന്ന ഒരു സ്കോർ ഉണ്ടായിരിക്കും. ആ സ്കോർ അനുസരിച്ചിട്ട് ഫ്രീക്വൻസി നമ്മൾ ഡിസൈഡ് ചെയ്യും. അതനുസരിച്ചിട്ടാണ് നമ്മൾ അവർ പിന്നെയും ചെക്ക് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് ചിലപ്പോൾ പേഷ്യൻസ് സിക്ക് ആകും, അല്ലെങ്കിൽ കൊമോഡ് ചോദിക്കും, ബെല്ലടിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നല്ല ബിസി ആയിട്ട് തന്നെ നമ്മുടെ ഡേ പോകും. സോ വൈകുന്നേരം നമ്മൾ ഒന്നുകൂടെ അവരെ ചെക്ക് ചെയ്ത് അവർ ഓക്കെ ആണെന്നൊക്കെ മേക്ക് ഷുവർ ചെയ്തതിന് ശേഷം നമ്മുടെ ഡോക്യുമെന്റേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അവരുടെ ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ടൊക്കെ മോണിറ്റർ ചെയ്ത്, അതുപോലെ തന്നെ വൈകുന്നേരത്തെ മെഡിക്കേഷൻ റൗണ്ടും കംപ്ലീറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആണെന്ന് മേക്ക് ഷുവർ ചെയ്തിട്ട് വൈകുന്നേരം നൈറ്റ് ഷിഫ്റ്റുകാർ വരുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ മെഡിക്കേഷൻസിന്റെ ഒരു അലമാരി ഉണ്ട്. ആ അലമാരി കൂടെ നമ്മൾ ചെക്ക് ചെയ്യും. അതായത് DDA ഡ്രഗ്സ് എന്ന് പറയും. അതായത് മോർഫിൻ പോലുള്ള മെഡിക്കേഷൻസ് ഒക്കെ പ്രത്യേക അലമാരി ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് രാവിലെ വരുന്ന ഷിഫ്റ്റുകാരും കൗണ്ടർ ചെക്ക് ചെയ്യണം, നൈറ്റുകാരുമായിട്ട്. രാത്രി വരുന്നവരുമായിട്ട് നമ്മൾ കൗണ്ടർ ചെക്ക് ചെയ്യണം. അങ്ങനെ ഒരു ദിവസം നമ്മൾ 2 തവണ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് എമർജൻസി ട്രോളി ചെക്സ് വരുന്നുണ്ട്. അതായത് ഡീഫിബ്രിലേറ്റർ എന്നൊക്കെ പറയും. കാർഡിയാക് അറസ്റ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പ്രത്യേക ട്രോളി ഉണ്ട്. സോ അത് നമ്മൾ ചെക്ക് ചെയ്യണം. പല ചെക്സ് വാർഡിൽ വരുന്നുണ്ട്. അതൊക്കെ അതിന്റെ സൈഡിൽ കൂടെ പോകും. എല്ലാ കാര്യങ്ങളും മേക്ക് ഷുവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വൈകുന്നേരം നൈറ്റ് ഷിഫ്റ്റുകാർക്ക് ഹാൻഡ് ഓവർ കൊടുക്കും. അപ്പോൾ ഓരോ ദിവസം വ്യത്യാസപ്പെട്ടിരിക്കും. ചിലപ്പോൾ കുഴപ്പമില്ലാതൊക്കെ പോകും, ചിലപ്പോൾ പേഷ്യൻസ് ഡെത്ത് ആവും, കുറെ ഡിസ്ചാർജസ് വരാം. അപ്പൊ അങ്ങനെയാണ് ഒരു ദിവസം പോകുന്നത്. ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ കുട്ടി ചാനൽ ഉള്ള കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് സന്നു സൈനിങ് ഔട്ട്.